രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് സുവിശേഷത്തിന്റെ ഉള്ളടക്കം. അപ്പൊ അതുകൊണ്ട് സുവിശേഷം ലളിതമാണെങ്കിലും ലളിതമല്ല. സുവിശേഷം ലളിതമാണ്. എന്താണ് സുവിശേഷം? ക്രിസ്തു നിന്നെ രക്ഷിക്കും എന്നതല്ല സുവിശേഷം, ക്രിസ്തു നിന്നെ രക്ഷിച്ചു എന്നതാണ് സുവിശേഷം. നീ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കൂ എന്നതല്ല സുവിശേഷം, യേശു ക്രിസ്തു നിന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് സുവിശേഷം. സിമ്പിളാണത്. നീ അന്വേഷിച്ച് ദൈവത്തെ കണ്ടുപിടിക്കൂ എന്നതല്ല, ദൈവം നിന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നു, നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എഫേസ്യോസ് ലേഖനം പറയുന്നത് അവിടുന്ന് അന്ധകാരത്തിന്റെ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് അവിടുന്ന് തന്റെ പുത്രന്റെ മരണത്തിലൂടെ നമ്മളെ മരിപ്പിച്ച് ഉയർപ്പിച്ച് പിതാവിന്റെ വലതുഭാഗത്ത് ഇരുത്തി എന്നാണ്. ഇരുത്തുമെന്നല്ല, ഇരുത്തി. കുരിശിൽ നടന്നത് നമ്മെ ദൈവം എല്ലാ അന്ധകാരത്തിൽ നിന്നും മോചിപ്പിച്ചു എന്നതാണ്. അത് ഡിക്ലെയർ ചെയ്യുന്നതാണ് സുവിശേഷം. ഈശോയെ കുറിച്ച് പറയുന്നത് അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും. ഇതിനെ രണ്ട് വാക്ക്, രാജ്യത്തിന്റെ സുവിശേഷവും പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരെ. അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അതിങ്ങനെ പ്രസംഗിച്ചാ മതി, പ്രീച്ച് ചെയ്താൽ മതി, ഡിക്ലെയർ ചെയ്താൽ മതി. അതായത് ദൈവം നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിരിക്കുന്നു, ഇതാ നിന്നെ ഇതാ ഡുൺ 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 ഇതാ രാജാവ് നിന്നെ അറിയിക്കുന്നു. ഡിക്ലറേഷൻ ആണ്. അതാണ് പ്രീച്ചിങ്, പ്രഘോഷണം. മറ്റേത് ടീച്ചിങ്. രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോ സുവിശേഷം വളരെ സിമ്പിൾ ആണ്. സുവിശേഷം എന്താണ്? കർത്താവ് സകലാന്ധകാരത്തിൽ നിന്നും നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ മേലുള്ള ശാപം കർത്താവ് എടുത്ത് മാറ്റിയിരിക്കുന്നു. മാറ്റമൊന്നല്ല, മാറ്റി. അതാണ് സുവിശേഷം. പക്ഷെ മാറ്റമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാറ്റ്, നീ മുട്ടയിലിഴഞ്ഞാൽ വെറ്റിലയിലൊക്കെ നിന്നാൽ കൈവരിച്ച് 50 ദിവസമൊക്കെ ഉപവസിച്ചാൽ ചിലപ്പോൾ മാറ്റമായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അതല്ല സുവിശേഷം. മാറ്റി. നീ ഒന്നും ചെയ്തില്ലെങ്കിലും മാറ്റി. മാമോദീസ സ്വീകരിക്കാൻ വേണ്ടി കൊച്ചു വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു. ഇതിന്റെ ഡിക്ലറേഷനാണ് സുവിശേഷ പ്രഘോഷണം. പിടികിട്ടുന്നുണ്ടോ? കുറച്ചൊക്കെ ചെറുതായിട്ട്. സിമ്പിളാണിത്, പക്ഷെ സിമ്പിൾ അല്ല. പൗലോസ് പറയുകയാണ്, ഇത് ആദ്യമാത്രയിൽ, ആദ്യ ശ്രവണത്തിൽ ഇത് വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്.